വാട്ട് ഈസ് പ്രോ ആൻഡ് സൈക്ലിക്കൽ പോളിസീസ്? സോ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യം. എന്താണ് ഈ ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ? ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്കണോമിയിലെ ഡിഫറൻറ്റ് സെക്ടേഴ്സ് പ്രോപ്പറായി ഗ്രോത്തിലൂടെ മുന്നേക്ക് പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ. അപ്പൊ ഞാനിവിടെ ഈ ഗ്രീൻ കളറിൽ ഏരോ ഇട്ടിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയാം. എന്താണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത? ഈ ഗ്രീൻ കളർ മാർക്ക് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കൽ സെക്ഷന്റെ പ്രത്യേകത എന്താ? ഞാനിവിടെ വേണമെങ്കിൽ വൈ ആക്സിസിലെ പാരാമീറ്ററിന് ഞാൻ എക്കണോമിക് ഗ്രോത്ത് എന്നൊരു പേര് കൊടുത്തു എന്ന് വിചാരിക്കും. എന്താണ് ആ ഗ്രീൻ കളർ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഭാഗം. കറക്റ്റ് ആണോ? ഇപ്പൊ ഒരു എക്കണോമിയില് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഓവർ ദി പീരിയഡ് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് വരുന്ന മെക്കാനിസത്തിനെയാണ് ഞാൻ എന്തെന്ന് പേര് പറയാം? ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഞാൻ സെക്കൻഡ് കളർ ബ്ലൂ വെച്ച് ഒരു ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നിങ്ങളൊന്ന് ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് പറ. എന്താണ്? ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് അല്ലെ? എക്കണോമിയിൽ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുന്ന സ്റ്റേജിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിക്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് വൈ ആക്സിസ് എങ്കിൽ ഈ പോയിന്റിന് മുകളിലേക്കുള്ളത് എന്ത് വാല്യൂസ് ആയിരിക്കും? പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും അല്ലെ? ഈ പോയിന്റിന് താഴേക്കുള്ള വാല്യൂസ് എന്താണ്? നെഗറ്റീവ് വാല്യൂസ് ആണ്. കറക്റ്റ് ആണോ? അപ്പൊ ഇവിടെ ഡിക്ലൈനിങ് ആണെങ്കിലും സ്റ്റിൽ ഗ്രോത്ത് റേറ്റ് നമ്പറിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവ് നമ്പർ അല്ലേ? ഓക്കെ അല്ലേ? സ്ലോ ഡൗൺ എന്ന് പറയുന്നത് ഗ്രോത്തിന്റെ റേറ്റ് കുറഞ്ഞു വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്ന കഥയൊക്കെ നമ്മൾ കേട്ടില്ലേ? ജി ഡി പി എന്ന് പറയുന്നത് ഞാനൊരു പല ഫൈനാൻഷ്യൽ ഇയറിൽ ഞാൻ മെഷർ ചെയ്യാണ് കേട്ടോ. ഓവർ ദി പാസ്റ്റ് 3 years വാട്ട് ഹാപ്പൻസ് ടു ഇന്ത്യസ് ജി ഡി പി? 8% ആയിരുന്നത് 7% ആയി, 7% ആയിരുന്നത് 4.5% ആയി. ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇവിടെ കൂടാണോ ചെയ്യുന്നത്, കുറയാണോ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ്. പക്ഷെ സ്റ്റിൽ അതെല്ലാം എന്ത് വാല്യൂസ് ആണ്? പോസിറ്റീവ് വാല്യൂ ആണ്. വിച്ച് ഈസ് വെരി സിമിലർ ടു ദിസ് റീജിയൻ. വെൻ എവർ ദി ഗ്രോത്ത് റേറ്റ് ഈസ് സ്ലോയിങ് എന്നതിനർത്ഥം ഇപ്പോഴും എന്തല്ല? നെഗറ്റീവ് ആയിട്ടില്ല. ഈ കാണുന്ന ഭാഗത്തിന് ബൂം എന്നും ഈ ബ്ലൂ കളറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള റീജിയനെയാണ് എന്തെന്ന് പേര് പറയാ? സ്ലോ ഡൗൺ. ഇതൊന്നും നേരിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, മനസ്സിലാക്കാൻ പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് എക്സ്ട്രാ നമ്മൾ ഇതില് അത് മാർക്ക് ചെയ്യാത്തത്. ഞാൻ അടുത്തൊരു റീജിയൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് യെല്ലോ പാർട്ട്? അഗെയിൻ ഗ്രോത്ത് ഡിക്രീസും ചെയ്യാണ്. ആ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇപ്പൊ എക്കണോമിക് ഗ്രോത്ത് നെഗറ്റീവ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസഷൻ. വളരെ എളുപ്പല്ലേ മനസ്സിലാക്കാൻ? ഒബ്വിയസ്ലി നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയും, റിസഷൻ എന്ന് പറയുന്നത് എക്കണോമിക്ക് നല്ലതായിരിക്കുമോ? അല്ല. എന്താ കാരണം? റിസഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്. എന്താ? ഗ്രോത്ത് കുറയാണ്. ഗ്രോത്ത് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള 2 ടൈമിലേക്ക് പോവാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഗ്രോത്ത് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ജോലി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുമോ? പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ട്സ് ഡിമാൻഡ് ചെയ്യോ? എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യോ? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടെ കുറയോ? പ്രൊഡക്ഷൻ കുറയല്ലേ ചെയ്യാ? എക്കണോമിയിൽ 4 കാറാണ് ആവശ്യമെങ്കിൽ 50 കാർ ഉണ്ടാക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഫാക്ടറിക്ക്? ഫാക്ടറിയും എന്ത് കുറയ്ക്കും? പ്രൊഡക്ഷൻ കുറയ്ക്കും. പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ അവർക്ക് ഓൾറെഡി ഉള്ള അത്ര എംപ്ലോയീസിന് ആവശ്യമുണ്ടോ? എംപ്ലോയീസിന്റെ എണ്ണം കുറയും. വീണ്ടും അൺഎംപ്ലോയ്മെന്റ് കൂടും. വീണ്ടും കയ്യിലുള്ള പൈസ കുറയും. വീണ്ടും ഡിമാൻഡ് കുറയും. വീണ്ടും സപ്ലൈ കുറയും. വീണ്ടും അൺഎംപ്ലോയ്മെന്റ് കൂടും. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ലേ? ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ആര് വന്ന് ഇടപെടും? 2 ആളുകൾ വന്ന് ഇടപെടും. ആ 2 ആളുകളാണ്, ഒന്ന് ഗവൺമെന്റ്. ഗവൺമെന്റ് അവിടെ ഇടപെട്ടെടുക്കുന്ന പോളിസീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസീസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കൂടാ പിന്നീട്. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ചെലവാക്കുന്ന പോളിസി, ഗവൺമെന്റിന്റെ ടാക്സേഷൻ പോളിസി. ഓക്കെ അല്ലെ? രണ്ടാമത് വേറൊരാൾ വന്ന് ഇവിടെ ഇടപെടും. സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന ഈ ഡിസിഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അറിയാലോ എന്തൊക്കെയൊക്കെ? മോണറ്ററി പോളിസീസ്. മോണറ്ററി എന്ന വാക്കിന്റെ അർത്ഥം മണി സപ്ലൈയെ
കൺട്രോൾ ചെയ്യുന്ന പോളിസീസ്. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഗവൺമെന്റും റിസർവ് ബാങ്ക് അവിടെ ഇടപെടുന്നത് എന്തിനാ? നെഗറ്റീവ് ഗ്രോത്തിനെ വീണ്ടും പണ്ടത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കിയേ ഗ്രാഫില്. ഫർദർ വരയ്ക്കുകയാണെങ്കിൽ വീണ്ടും പണ്ടത്തെ അവസ്ഥയിലേക്ക് മൂവ് ചെയ്യും അല്ലെ. ഈ പണ്ടത്തെ അവസ്ഥയിലേക്ക് മൂവ് ചെയ്യുന്ന ഈ മെക്കാനിസത്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് റിക്കവറി. സോ വാട്ട് ആർ ദി ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ എൻ എക്കണോമി ഓർ എ ബിസിനസ് സൈക്കിൾ? ഏതൊക്കെയാ? ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി ബൂം ഓർ എക്സ്പാൻഷൻ ഈസ് എ നോട്ട് എ പെർമനന്റ് സ്റ്റേറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പെർമനന്റ് ആണോ? ഞാൻ പറയുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റ് പെർമനന്റ് ആണെങ്കിലും അത് എക്കണോമിക്ക് വളരെ നെഗറ്റീവ് ആണ്. എപ്പോഴും എക്കണോമിയിൽ ഓരോ സ്റ്റേജുകളും മാറി 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 തന്നെ വരണം. ഓക്കെ അല്ലേ? അപ്പൊ ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഗ്രോത്ത് ഇൻക്രീസ്ഡ് ആണ്. ഗ്രോത്ത് കയറി വരും. ഈ താഴെ നിന്ന് വായിക്കുന്നതിന് പകരം ആ ഇയർ മാറ്റ്, മോളിൽ നിന്ന് അത് കൗണ്ട് ചെയ്ത് നോക്കിയേ. പർട്ടിക്കുലർ ഇയറില് 4.5% ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് ഇയർ 7% ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് ഇയർ 8% ആണ്. നെക്സ്റ്റ് ഇയർ 12% ആണ്. അതിന്റെ അടുത്ത വർഷം 20% ആണ്. വാട്ട് ഈസ് ദി പ്രോപ്പർട്ടി? ഗ്രോത്ത് കൂടി 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 വരാണ് അല്ലെ. ദാറ്റ് ഈസ് കോൾഡ് ബൂം ഓർ എക്സ്പാൻഷൻ. ദെൻ ബൂം അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്താ? ഒരു പീക്ക് എത്തിക്കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആവും. ദെൻ വി ക്യാൻ ഒബ്സർവ് പോസിറ്റീവ് ഗ്രോത്ത് തന്നെയാണ്, പക്ഷെ ഗ്രോത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യാണ്, വിച്ച് ഈസ് കോൾഡ് സ്ലോ ഡൗൺ. യൂഷ്വലി സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും റിസഷൻ വരെയൊന്നും കാത്തു നിൽക്കില്ല. റിസഷൻ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് കരകയറ്റുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സ്ലോ ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഗവൺമെന്റും സെൻട്രൽ ബാങ്കും എയ്തർ കംസ് വിത്ത് ദെയർ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഫോർ റിക്കവറി. നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടാണ് എക്കണോമിയെ തിരിച്ചു കൊണ്ടുവരാൻ. നിങ്ങൾ ന്യൂസ് പേപ്പർ മുന്നേ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളുകളാണെങ്കിൽ അറിയാം, കോവിഡിന്റെ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ എക്കണോമീനെ റിക്കവറി ചെയ്യുന്നതിന് വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നു. കുറച്ച് കൊണ്ടുവന്ന അവസാനം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടും എക്കണോമിയിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള പബ്ലിക് സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വളരെ വളരെ റിസഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റിക്കവറി വുഡ് ബി വെരി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അവർ വൂണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടെങ്കിൽ, ചെറിയ വൂണ്ട് ആണെങ്കിൽ റിക്കവറി വുഡ് ബി മച്ച് മോർ ഈസിയർ. ഡീപ്പ് വൂണ്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോങ്ങർ ആൻഡ് ലോങ്ങർ ടൈം. അപ്പൊ ഗവൺമെന്റ് എപ്പോഴും ഏത് സമയത്ത് ഇടപെട്ട് തുടങ്ങും? സ്ലോ ഡൗൺ എക്കണോമിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ ടെൻഡൻസി ഓഫ് GDP ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഗ്രാഫ് വരയ്ക്കട്ടെ കണക്ട് ചെയ്തിട്ട്. ഇതാണ് സ്റ്റേജ് എന്ന് വിചാരിക്കും. ഇത് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ എക്സ്പാൻഷൻ സ്റ്റേജിന് എക്സാമ്പിളാ. നോക്കിയേ, ഈ സ്ലോ ഡൗൺ സ്റ്റേജ് എത്തുമ്പോൾ തന്നെ അവിടെ ഗവൺമെന്റും ആരും ഇടപെടും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിനൊരിക്കലും എന്തിനും പരമാവധി അനുവദിക്കില്ലാതെ ഈ ഒരു ഫ്ലോക്ക് അനുവദിക്കില്ല. റിസഷനിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ അവർ ഇടപെട്ടിട്ട് വീണ്ടും എന്തിലേക്ക് എത്തിക്കാൻ നോക്കും? ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ എക്സ്പാൻഷനിലേക്ക് പോകാൻ. ഒബ്വിയസ്ലി വീണ്ടും എന്തുണ്ടാവും? കുറച്ച് കഴിയുമ്പോൾ സ്ലോ ഡൗൺ ഉണ്ടാവും. വീണ്ടും സ്ലോ ഡൗൺ വരുമ്പോൾ വീണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടു, വീണ്ടും റിക്കവറി നടത്തി, വീണ്ടും പണ്ടത്തെ സ്റ്റേറ്റിലേക്ക് പോകും. ഇത് അതേപോലെ നിൽക്കുമോ? കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഡിക്രീസിങ്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഇനി എന്താണ് പ്രോ സൈക്ലിക്കൽ പോളിസി, എന്താണ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസി? പ്രോ എന്ന വാക്കിന് അർത്ഥം എന്താ? പ്രോ സൈക്ലിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ ഗ്രോത്ത് ആണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. ഗവൺമെന്റും സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഡിസിഷൻ ഒന്നും കൂടി ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണെങ്കിൽ, എക്കണോമിയിൽ എന്താണോ നടക്കുന്നത് അതേ സിറ്റുവേഷനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ RBI എടുക്കുന്ന പോളിസീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോ സൈക്ലിക്കൽ പോളിസി, വിച്ച് ഈസ് കോൾഡ് പ്രോ സൈക്ലിക്കൽ പോളിസി. അപ്പൊ എന്താണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഓൾറെഡി ഗ്രോത്ത് ആണെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന പോളിസി പ്രകാരം വീണ്ടും എന്താണ് ഇംപ്രൂവ് ചെയ്യുക? ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഓൾറെഡി നമ്മുടെ ഗ്രോത്തിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ് കൊണ്ട് അത് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണും. ഓക്കെ ആണോ? അപ്പൊ എന്തായിരിക്കും കൗണ്ടർ സൈക്ലിക്കൽ പോളിസി എന്ന് പറയുന്നത്?
എക്കണോമിയിൽ എന്താണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്താണോ സംഭവിക്കുന്നത് അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പോളിസിനെയാണ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസി എന്ന് പറയാം. നിങ്ങളിൽ ആരെങ്കിലും സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിന്ന് ഞാൻ ഒരു പ്രിൻസിപ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയും. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്തേലും ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന വേറൊരു ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തിനാണ് ഐഡിയ? ബാലൻസ് ചെയ്യാൻ. ശരിയല്ലേ? ഗവൺമെന്റ് എന്തുകൊണ്ടായിരിക്കും കൗണ്ടർ സൈക്ലിക്കൽ പോളിസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം? ഒന്ന് ആലോചിച്ച് നോക്കി. ഓൾറെഡി ഗ്രോത്ത് ആണെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സ്ലോ ഡൗൺ പ്രതീക്ഷിക്കാം അല്ലെ? അപ്പൊ വല്ലാതെ ഗ്രോത്തിലേക്ക് ചില സെക്ടേഴ്സ് പോണത് കാണുമ്പോൾ എന്തിനുള്ള സാധ്യത ഉണ്ട്? അവർക്ക് ചില ഫേവററ്റിസം പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാനുള്ള സാധ്യത ഇല്ലേ? ഇപ്പൊ ഓൾറെഡി ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ചില മെഷേഴ്സ് എടുത്ത് ഗ്രോത്ത് ഒന്ന് ഡിക്രീസ് ചെയ്യാൻ നോക്കും. അപ്പൊ ഉടനടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ചെറിയൊരു സ്ലോ ഡൗൺ പ്രതീക്ഷിക്കാം. സ്ലോ ഡൗൺ വരുമ്പോൾ ഗവൺമെന്റ് ഏത് മെഷർ എടുക്കും? ഗ്രോത്തിനുള്ള മെഷർ എടുക്കും. ഗ്രോത്ത് വരുമ്പോ സ്ലോ ഡൗണിനുള്ള മെഷർമെന്റ് എടുക്കും. സ്ലോ ഡൗൺ വരുമ്പോ ഗ്രോത്തിനുള്ള മെഷർമെന്റ് എടുക്കും. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗ്രാഫ് ഇത് ഇങ്ങനെ മൂവ് ചെയ്യില്ല. ഇതല്ല സാധാരണ ബിസിനസ് സൈക്കിള്. ഗവൺമെന്റ് അത്തരത്തിലൊരു മെഷേഴ്സ് എടുത്തു കഴിഞ്ഞത് ചെറിയൊരു ഗ്രോത്തിലേക്ക് പോകുമ്പോൾ സ്ലോ ഡൗണിനുള്ള മെഷർമെന്റ് എടുക്കും. സ്ലോ ഡൗൺ വരുമ്പോൾ ഗ്രോത്തിലേക്കുള്ള മെഷർമെന്റ് എടുക്കും. ഗ്രോത്തിന് പോകുമ്പോൾ സ്ലോ ഡൗണിന്റെ മെഷർമെന്റ് എടുക്കും. സ്ലോ ഡൗൺ വരുമ്പോൾ ഗ്രോത്തിനായിട്ടുള്ള. അപ്പൊ ആൾമോസ്റ്റ് ഇത് ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് വരിക. ഭയങ്കര ലീപ്പ് ആൻഡ് ബൗൺസ് വരില്ല. ഭയങ്കര ലീപ്പ് ആൻഡ് ബൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഹൈയും വളരെ ലോയും വരില്ല. വളരെ ഹൈയും ലോയും വരികയാണെങ്കിൽ നമുക്ക് എക്കണോമി പ്രഡിക്ട് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് പ്രഡിക്ഷൻ ഈസിയർ അല്ലേ? ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഒക്കെ ഗൂഗിൾ എഴുതിയതിന് ഗ്രാഫ് ഏതാണ്ട് ഇത് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയല്ല. അപ്പൊ മിക്കവാറും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇൻ ദി വേൾഡ് ആർ യൂസിങ് വിച്ച് ടൈപ്പ് ഓഫ് പോളിസി? കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. ഓക്കെ ആണോ? ഇനി ഈ പ്രോ സൈക്ലിക്കിന്റെ വേറൊരു നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറയട്ടെ മക്കളെ. ഞാനിപ്പോ ഗ്രോത്ത് ആണെങ്കിൽ ഒന്നും കൂടി ഗവൺമെന്റ് പോളിസി ഗ്രോത്ത് ചെയ്തു. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ചിന്തിച്ചേ. റിസഷൻ ആണെങ്കിലോ ഗവൺമെന്റ് എടുക്കുന്ന പോളിസി, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആണെന്ന് വിചാരിക്കുക, ഗവൺമെന്റ് എടുക്കുന്ന പോളിസി എക്കണോമിക് സൈക്കിളിനെ സ്ലോ ഡൗൺ ആവുന്നതിന് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക? റിസഷനിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? കമ്പാരിറ്റീവ്ലി ദിസ് വുഡ് ബി ദി ബെറ്റർ സ്ട്രാറ്റജി ദാറ്റ് വുഡ് ബി യൂസ്ഡ് ബൈ മെനി ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ ആണോ? ഈ പ്രോ സൈക്ലിക്കലൊക്കെ പണ്ട് കാലത്തെ 1900 ഒരു മാക്സിമം ഒരു 1940 വരെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ, 1929 നടന്നത്. ആ ഒരു ടൈമൊക്കെ വരെയാണ് സാധാരണ രീതിയിൽ പ്രോ സൈക്ലിക്കൽ ബിസിനസ് പോളിസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നീട് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് എന്താണ്? കൗണ്ടർ സൈക്ലിക്കൽ. ഐഡിയ മനസ്സിലായ? ഇങ്ങനെയുള്ള ഗ്രോത്തിനെ ഇങ്ങനെയാക്കി മാറ്റാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കൗണ്ടർ സൈക്ലിക്കൽ. ഇതിൽ ഏതായിരിക്കും മോർ പ്രഡിക്റ്റബിൾ എക്കണോമി? ദി സെക്കൻഡ് വൺ വുഡ് ബി. ക്ലിയർ ആണോ? എക്കണോമി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയാലാണ്. നമ്മുടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നതൊക്കെ എന്താ? അടുത്തൊരു വർഷം ഗവൺമെന്റ് എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോണെന്നല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ വേണം. ഇങ്ങനെ കാണുന്ന ഡാറ്റ വെച്ച് എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? മറിച്ച് ഇങ്ങനെയുള്ള ഡാറ്റ വെച്ച് നമുക്ക് കുറെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ കാര്യങ്ങള്? ഓക്കെ ആണോ? വൈ? എല്ലാ ടോപ്പിക്കിനും വൈ നിങ്ങൾക്ക് അറിയണം, എന്തുകൊണ്ട് അത് പഠിക്കണമെന്ന്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഈ രണ്ട് ടൈമുകളൊന്ന് കമ്പയർ ചെയ്യാം. പൊട്ടൻഷ്യൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് പ്രോ സൈക്ലിക്കൽ ആൻഡ് കൗണ്ടർ സൈക്ലിക്കൽ? ഓക്കെ അല്ലേ? ഈ രണ്ട് കേസിലും ഫിസ്ക്കൽ പോളിസി മോണിറ്ററി പോളിസി അല്ലേ സംഭവിക്കുക? ഡെഫിനറ്റ്ലി പോളിസീസ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് പോളിസീസ് ആണെങ്കിലും എടുക്കുന്ന പോളിസി ഡിഫറൻറ്റ്. അതാണ് നമ്മളിത് ഈ ഒരു സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ പ്രോ സൈക്ലിക്കൽ ആണെങ്കിലും കൗണ്ടർ സൈക്ലിക്കൽ ആണെങ്കിലും രണ്ടിടത്തും ഇടപെടുന്നത് ഗവൺമെന്റും RBIയും മാത്രമാണ്. ഓക്കെ ആണോ? അവരെടുക്കുന്ന പോളിസീസ് പക്ഷെ ഈ രണ്ട് ടെക്നിക്കിലും ഡിഫറെന്റ് ആയിരിക്കും. ലെറ്റ്സ് ഡിസ്കസ് എന്തൊക്കെയാണ് ടെക്നിക്ക്. നമ്മൾ ആദ്യത്തെ കേസിലേക്ക് വരാം. നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്? റിസഷനിലാണ് നിൽക്കുന്നത്. എന്താ മക്കളെ ഈ റിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഗ്രോത്തിലാണ് നിൽക്കുന്നത് അല്ലെ? നെഗറ്റീവ് ഗ്രോത്തിലാണെങ്കിൽ പ്രോ സൈക്ലിക്കൽ പോളിസിയാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? പ്രോ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് കുറയുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻ, RBI എടുക്കുന്ന ഡിസിഷൻ എന്താണ്? ഗ്രോത്ത് കുറയ്ക്കാനായിരിക്കും. ഗ്രോത്ത് കുറയ്ക്കാൻ എടുക്കുന്ന ഗവൺമെന്റ് പോളിസീസിനെ വിളിക്കുന്ന പേരാണ്
കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഐ റിപ്പീറ്റ്, ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസിനെ വിളിക്കുന്ന പേരാണ് ബാക്കി കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ്, പോസിറ്റീവ് ഗ്രോത്തിന് വേണ്ടി ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പോളിസീസിനെയാണ് എന്തെന്ന് പേര് പറയാ? എക്സ്പാൻഷനറി പോളിസി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടക്കുന്നു. ഓക്കെ, പ്രോല് കോൺട്രാക്ഷണറി കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്നത് ആരാ? എക്സ്പാൻഷനറി ആണ്. എവിടെ? കൗണ്ടറിൽ. എക്സ്പ്ലെയിൻ ചെയ്യാം, എവറിത്തിങ് വിൽ ബി എക്സ്പ്ലെയിൻ. ഇനി പ്രോല് എക്സ്പാൻഷനറി കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്നത് ആരാണ്? കോൺട്രാക്ഷണറി ആണ്. എന്താ സംഭവിക്കാന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതല്ലേ നമ്മുടെ ബിസിനസ് സൈക്കിള്? ഓക്കെ, ഓൾറെഡി നമ്മുടെ എക്കണോമി ഈ ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, റിസഷൻ. നമ്മളിവിടെ 2 തരം പോളിസി ഉണ്ട് അല്ലെ? ഫസ്റ്റ് വൺ പ്രോ സൈക്ലിക്കൽ. പ്രോ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓൾറെഡി എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു സ്റ്റേറ്റിനെ ഫേവർ ചെയ്യുന്ന പോളിസീസിനെയാണ് പ്രോ സൈക്ലിക്. ഇപ്പൊ നെഗറ്റീവ് ഗ്രോത്ത് ആണെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷനും എന്തിനു വേണ്ടിയിട്ടുള്ളത് തന്നെയായിരിക്കും? നെഗറ്റീവ് ഗ്രോത്ത്. നെഗറ്റീവ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഡിസിഷൻസ് ആണ് കോൺട്രാക്ഷണറി FP, ഫിസ്ക്കൽ പോളിസി. എക്സ്പാൻഷന്റെ ജസ്റ്റ് ഒരു തവണ എഴുതിയിടാം, ഫിസ്ക്കൽ പോളിസി. ഇപ്പൊ എന്തൊക്കെയായിരിക്കും ഗവൺമെന്റ് എടുക്കുന്ന പോളിസി എന്ന് പറയുന്നത്? ഗ്രോത്ത് കുറയ്ക്കാനാണെങ്കിൽ ഗവൺമെന്റിന്റെ ചെലവ് കൂട്ടാണോ ചെയ്യുക, കുറയ്ക്കുകയാണോ ചെയ്യുക? ഗവൺമെന്റ് ചെലവ് കൂട്ടി, എക്സ്പെൻഡിച്ചർ കൂട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മക്കളെ? എക്കണോമിയിൽ കുറെ പൈസ അല്ലെങ്കിൽ മണി വരും അല്ലെ? മണി എക്കണോമിയിൽ കുറെ ഉണ്ടാവുക സാധാരണ ഏത് സ്റ്റേറ്റിലാ? ഗ്രോത്തിലല്ലേ? ഇപ്പൊ നമ്മൾ ഇതിൽ നിൽക്കുന്നത് റിസഷനിൽ. അപ്പൊ ഗവൺമെന്റ് ചെലവ് കൂട്ടല്ല ചെയ്യുക, ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യും. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? ഗവൺമെന്റ് ടാക്സ് കൂട്ടും. ടാക്സ് കൂട്ടുമ്പോ എന്താ സംഭവിക്കുക? ഞാനിവിടെ ഒരു പുതിയൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിക്കട്ടെ. പേഴ്സണൽ ഇൻകം, ഡിസ്പോസബിൾ ഇൻകം. ഇത് സ്ലൈഡിൽ ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ എഴുതാം. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് 4 തരത്തിലാണ് നിങ്ങളിലേക്ക് ഇൻകം വരാം. എന്താ? ഫാക്ടർ ഇൻകം അല്ലെ? 4 തരത്തിലാണ് നിങ്ങളിലേക്ക് ഇൻകം എത്താ. ഫാക്ടർ ഇൻകം, ഇതുവരെ സംശയമില്ലല്ലോ. അപ്പൊ കയ്യിൽ കിട്ടിയ എല്ലാ പൈസയും നിങ്ങൾക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെന്റിലേക്ക് ചില ടാക്സുകൾ അടക്കേണ്ടി വരും. കറക്റ്റ് ആണോ? ഓക്കെ അല്ലേ? അപ്പോ പല ഫാക്ടേഴ്സിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഇൻകത്തിനെയാണ് എന്തെന്ന് പേര് വിളിക്കുക? പേഴ്സണൽ ഇൻകം എന്ന് പറയും. ഈ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഞാനൊരു ടേമിനെ മൈനസ് ചെയ്യാണ്. ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഞാനൊരു ടേമിനെ മൈനസ് ചെയ്യാണ്. ടാക്സ്, ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഡിസ്പോസബിൾ ഇൻകം. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഈ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്ന ടൈമിനെ കംപ്ലീറ്റ്ലി ചെലവാക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നിങ്ങൾ പലതരം ടാക്സുകൾ അടയ്ക്കണം. പല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ GST എന്ന് പറയുന്ന ഒരു കാര്യം അടയ്ക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് എന്ന് പറയുന്ന കാര്യം അടയ്ക്കണം. നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കണം. എല്ലാവരും അടയ്ക്കേണ്ട. വാർഷിക വരുമാനം ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ പോകുന്ന ആളുകൾ. അപ്പൊ പലതരത്തിലുള്ള ടാക്സുകൾ, ഫീസ്, ഇതെല്ലാം ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ഈ എല്ലാ ടാക്സും പരിപാടികളും കഴിഞ്ഞിട്ടുള്ള പൈസയല്ലേ നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. ഇതിലാർക്കും തർക്കമില്ലല്ലോ. പലതരത്തിലുള്ള ടാക്സുകൾ ഉണ്ട്. ഈ എല്ലാ ടാക്സുകൾ അടച്ചതിന് ശേഷം ബാക്കി വരുന്ന പൈസയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ടാക്സും പരിപാടികളും അടയ്ക്കാനുള്ള പൈസ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈമാണ് എന്ത്? ഡിസ്പോസബിൾ ഇൻകം. അപ്പൊ അൾട്ടിമേറ്റ്ലി ഒരു എക്കണോമിയിലെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ നിൽക്കുക? ഡിസ്പോസബിൾ ഇൻകം. ഇതുവരെ ഓക്കെ ആണോ നിങ്ങൾ? ഇനി ഒരു സ്റ്റേജ് ശ്രദ്ധിച്ചു നോക്ക്. വെൻ ഗവൺമെന്റ് ഈസ് ഇൻക്രീസിങ് ടാക്സ്, നിങ്ങൾ പറയും എന്താ സംഭവിക്കുക? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ഫിക്സഡാ, കാരണം ഫാക്ടർ ഇൻകം ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളമാണ്. ഗവൺമെന്റ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഇൻകം കൂടുമോ കുറയുമോ? ഒബ്വിയസ്ലി കുറയും. ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ കയ്യിൽ ചെലവാക്കാനുള്ള പൈസ കുറഞ്ഞു. പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ ഡിമാൻഡ് കൂടാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ എന്താ ഉണ്ടാവുക? കുറയും. എന്ന് വെച്ചാൽ അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക? നെഗറ്റീവ് ഗ്രോത്ത് അല്ലെങ്കിൽ റിസഷൻ. കറക്റ്റ് ആണോ? ഗവൺമെന്റ് ടാക്സ് കൂട്ടും,
ഗവൺമെന്റ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നും കൂടി എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? റിസഷനിലേക്ക്. ക്ലിയർ ആണോ? എന്താണ് പ്രോ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ? ബിസിനസ് സൈക്കിള് എന്താണോ സ്റ്റേറ്റ് അതിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയേ, ഇതാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസഷൻ എന്ന് വിചാരിക്കുക. പ്രോ സൈക്ലിക്കലാണെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻ കൊണ്ട് അത് എന്തായിട്ട് മാറും? ഇത് ഇങ്ങനെയായിട്ട് മാറും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഗവൺമെന്റ് ഈ ഡിസിഷൻസ് എടുക്കില്ല. ഇതൊക്കെ പണ്ടത്തെ കാലത്തെ കഥകളാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് കൗണ്ടർ സൈക്ലിക്കൽ എന്ന് നോക്കാം. സെയിം സിറ്റുവേഷനിൽ എന്താണ് കൗണ്ടർ സൈക്ലിക്കൽ എന്ന് നമുക്ക് നോക്കാലോ. നമ്മുടെ എക്കണോമി ഇപ്പൊ ഏത് സ്റ്റേജിലാണ് മക്കളെ നിൽക്കുന്നത്? എക്കണോമി ഈസ് ഇൻ റിസഷൻ അല്ലെ? റിസഷൻ ആണെങ്കിൽ കൗണ്ടർ സൈക്ലിക്കലിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറയും. റിസഷൻ ആണെങ്കിൽ അതിനെ റിക്കവറി ചെയ്ത് അപ്വേർഡ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പോളിസീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൗണ്ടർ സൈക്ലിക്കൽ പോളിസി. ഗവൺമെന്റ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസീസിൽ ചെയ്യുന്ന പോളിസി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ആയിരിക്കും. എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞ എന്താ? എക്കണോമിയിലെ മണി സപ്ലൈ കൂട്ടാം. കൂടുതൽ മണി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എക്കണോമിയിൽ എന്ത് കൂടും? ഡിമാൻഡ് കൂടും. ഓക്കെ ആണോ? ഈ കാര്യങ്ങൾ പല ചാപ്റ്ററിൽ ഞാൻ വീണ്ടും വീണ്ടും പറയൂ കേട്ടോ. കേട്ട് 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 നിങ്ങൾ പഠിക്കും. പല ചാപ്റ്ററിൽ നമുക്ക് RBI എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ഈ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും. ബാങ്കിങ് എന്ന് പറയുന്ന കാര്യത്തിൽ റിപ്പീറ്റ് ചെയ്യും. ഗവൺമെന്റിന്റെ ടാക്സേഷൻ ആൻഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യും. ഒരുപാട് ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കും. കാരണം എക്കണോമി ഈസ് എവറിത്തിങ് ഈസ് കണക്റ്റഡ്. എല്ലാ ചാപ്റ്ററിലും ബാക്കിയുള്ള ചാപ്റ്ററിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? റിസഷൻ ആണെങ്കിൽ പ്രോ സൈക്ലിക്കൽ ഏത് തരം പോളിസി ഉപയോഗിക്കുക? കൺട്രാക്ഷണറി പോളിസി. കൺട്രാക്ഷണറി പോളിസി ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ ഉണ്ടാവുക? മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. മണി സപ്ലൈ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക? റിസഷൻ. ഇനി റിസഷൻ ആണെങ്കിൽ കൗണ്ടർ സൈക്ലിക്കൽ പോളിസി ഏത് പോളിസി? എക്സ്പാൻഷനറി പോളിസി. എക്സ്പാൻഷനറി പോളിസി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ? എക്കണോമിയിലെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുക. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വിൽ ലീഡ്സ് ടുവേർഡ്സ് റിക്കവറി ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ഗ്രോത്ത്. എന്തൊക്കെയാ ഗവൺമെന്റ് എടുക്കുന്ന പരിപാടി? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇവിടെ എന്താ ചെയ്തിട്ടുള്ള ശ്രദ്ധിച്ചു നോക്ക്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൈസ ചെലവഴിക്കുകയാണ് അല്ലെ? എങ്ങനെ പൈസ ചെലവഴിക്കുക? എല്ലാവർക്കും വെറുതെ കാശ് കൊടുക്കലല്ല. ഗവൺമെന്റ് വിൽ ഡിമാൻഡ് സംതിങ്. GDP ടെക്നിക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? മൂന്നാമത്തെ ടെക്നിക്ക് എന്തായിരുന്നു? എക്സ്പെൻഡിച്ചർ മെത്തഡ്. ഇൻഡിവിജ്വലിന്റെ എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് കൂടും? GDP കൂടും അല്ലെങ്കിൽ ഡിമാൻഡ് കൂടും. ഓക്കെ ആണോ? ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ എന്താണ്ടാവും? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതൽ ആളുകളെ ജോലിക്ക് വേണ്ടി വരും. എംപ്ലോയ്മെന്റ് കൂടും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി വേറൊരു തരത്തിൽ ചിന്തിക്ക്. ഗവൺമെന്റ് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ കുറെ മണി മാർക്കറ്റിലേക്ക് ഇറക്കല്ലേ ചെയ്യുന്നത്? കൂടുതൽ മണി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇംപ്രൂവ് ദി എക്കണോമിക് സിറ്റുവേഷൻ. സെക്കൻഡ് പാരാമീറ്റർ ശ്രദ്ധിക്കും. എക്സ്പാൻഷനറി പോളിസിയുടെ സെക്കൻഡ് പാരാമീറ്റർ എന്താ? ടാക്സസ് ഡിക്രീസ് ചെയ്യും. നമ്മുടെ ഈ ഫോർമുലയിലേക്ക് വാ. ടാക്സ് ഗവൺമെന്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്പോസബിൾ ഇൻകം എന്താ ഉണ്ടാവുക? ഡിസ്പോസബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഡിസ്പോസബിൾ ഇൻകം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കയ്യിലുള്ള കാശ് കൂടും. നിങ്ങളുടെ കയ്യിലുള്ള കാശ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യില്ലേ? കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും. കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് വിൽ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത്. എളുപ്പമാണോ? പ്രശ്നമില്ല. അങ്ങനെ ഈ സെക്കൻഡ് കാറ്റഗറി നിങ്ങൾ എക്സ്പ്ലെയിൻ. എക്കണോമി എന്ന് പറയുന്നത് ഇപ്പൊ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? റിസഷനിലല്ല, എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേറ്റിലാണ്. പ്രോ സൈക്ലിക്കാരനാണെങ്കിൽ എന്താ ചെയ്യുക? പ്രോ സൈക്ലിക്കൽ പോളിസി ഇത് ഇങ്ങനെ ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിൽ പ്രോ സൈക്ലിക്കൽ പ്രോസസ് എടുത്തതിന് എന്താ ഉണ്ടാവുക? ഒന്നും കൂടി ഗ്രോത്തിലേക്ക് വരും അല്ലെ? ഇപ്പൊ എന്തായിരിക്കും ഗവൺമെന്റ് എടുക്കുന്ന പോളിസി? ഓൾറെഡി ഗ്രോത്ത് ആണെങ്കിൽ വീണ്ടും ഗ്രോത്തിനുള്ള പോളിസി. പ്രോ സൈക്ലിക്കലാണെങ്കിൽ ദേ വിൽ യൂസ് വിച്ച് ടൈപ്പ് ഓഫ് പോളിസി? എക്സ്പാൻഷനറി പോളിസി. എന്താണ് ഗവൺമെന്റ് ആ സമയത്ത് ചെയ്യുക? എക്സ്പാൻഷനറി ആണെങ്കിൽ മണി സപ്ലൈ കൂട്ടണം. മണി സപ്ലൈ കൂട്ടാനുള്ള രണ്ട് ടെക്നിക്ക് എന്താ? ഒന്ന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, രണ്ട് ടാക്സസ് കുറയ്ക്കുക. എളുപ്പല്ലേ? ഇനി ഓൾറെഡി ഗ്രോത്ത് ആണെങ്കിൽ അതിന് വീണ്ടും ഗ്രോത്ത് കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സിറ്റുവേഷൻ എന്താണോ അതിനെ കൗണ്ടർ ആക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കൗണ്ടർ സൈക്ലിക്കൽ പോളിസീസിൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അവർ ഏത് തരം പോളിസിയാണ് ചൂസ് ചെയ്യാം? കൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. കൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ?
വി ഹാവ് ടു റെഡ്യൂസ് ദി മണി സപ്ലൈ ഇൻ ദി എക്കണോമി. ഇപ്പൊ എന്തൊക്കെ ചെയ്യാം മണി സപ്ലൈ കുറയ്ക്കാൻ? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ടാക്സ് കൂട്ടുക. എളുപ്പല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. അൾട്ടിമേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓരോ പോളിസിയുടെയും? പ്രോ സൈക്ലിക്കൽ പോളിസി ആണെങ്കിൽ, റിസഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഡീപ്പൻസ് റിസഷൻ. റിസഷൻ ആണെങ്കിൽ അത് ഒന്നും കൂടി റിസഷൻ ആക്കും. ഗ്രോത്ത് ആണെങ്കിൽ അത് ഹയർ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യും. മനസ്സിലായോ? ഇനി കൗണ്ടർ സൈക്ലിക്കൽ ആണെങ്കിലോ എന്താണ് സിറ്റുവേഷൻ? അതിനെ മോഡറേറ്റ് ചെയ്യും അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്യും. റിസഷൻ ആണെങ്കിൽ റിസഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യും. ഇനി ഗ്രോത്ത് ആണെങ്കിൽ റിസഷനിലേക്ക് ലീഡ് ചെയ്യുന്ന എഴുതി വെക്കരുത്. ഗ്രോത്തിനെ മോഡറേറ്റ് ചെയ്യിപ്പിക്കും. മോഡറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? വല്ലാതെ ഗ്രോത്തിലേക്ക് പോണതിനൊന്ന് പിടിച്ചു നിർത്തും, കൺട്രോൾ ചെയ്യും. അല്ലാതെ ഒരു ഗവൺമെന്റ് ഗ്രോത്ത് ആണെങ്കിൽ സ്ലോ ഡൗൺ എന്ന് പറയുന്ന വാക്യം അപ്പൊ ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞെന്നുള്ളൂ. ഒരു ഗവൺമെന്റിന്റെ ആഗ്രഹം ഗ്രോത്തിനെ റിസഷനിലേക്ക് എത്തിക്കാനല്ല. ഗ്രോത്ത് ആണെങ്കിൽ ഗ്രോത്തിനെ ഒന്ന് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്യണം. അത്രയാണ് ആഗ്രഹമുള്ളൂ. ഓക്കെ ആണോ? ശരി, ഒന്ന് നോക്കാം. സാർ ഇപ്പൊ ഈ പ്രോസൈക്ലിക്കൽ എവിടെയെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? എവിടെയും യൂസ് ചെയ്യാറില്ല. അത് പണ്ടത്തെ ഒരു ടെക്നിക്കാണ് കേട്ടോ. എക്കണോമി ഡെവലപ്പ് ചെയ്തു വന്ന ആദ്യകാലത്ത് എക്കണോമിസ്റ്റുകളുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ് എക്കണോമി? എക്കണോമിയിലുള്ളതിനെ ജസ്റ്റ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാന്ന് മാത്രമാണ്. കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോളിസിയാണ് കൗണ്ടർ. ഓൾറെഡി ഉള്ള കാര്യത്തിന് നെഗേറ്റ് ചെയ്യലാണ് ബുദ്ധിമുട്ട്. ഓൾറെഡി ഉള്ളതിനെ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സോ പ്രോ സൈക്ലിക്കൽ ഈസ് എൻ ഓൾഡ് എക്കണോമിക് പോളിസി ആൻഡ് കൗണ്ടർ സൈക്ലിക്കൽ ഈസ് എ ന്യൂവസ്റ്റ് വൺ. ഓക്കെ. കേസിലും അങ്ങനെ തന്നെയായിരുന്നു, ആദ്യം പ്രോസൈക്ലിക്കൽ പിന്നെ കൗണ്ടർ. ഇതൊക്കെ ഇത്തരത്തിലുള്ള എക്കണോമിക് പോളിസീസ് ഒക്കെ കുറെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് US അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലാണ്. ഈ പറയുന്ന കൺസെപ്റ്റുകളൊന്നും സാധാരണ സോഷ്യലിസ്റ്റ് കൺട്രീസിൽ വാലിഡ് ഒന്നല്ല. കാരണം അവിടെ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് അല്ല, ഗവൺമെന്റ് ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദീസ് എക്കണോമിക് ഫിലോസഫീസ് ആർ ഡെവലപ്ഡ് ഇൻ US. ഒരു പോളിസി കൊണ്ടുവരും, അവർക്ക് അതിന് അടിയിട്ടും, അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യും. അടുത്ത പോളിസി കൊണ്ടുവരും. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരെ മാർക്കറ്റ് മാത്രമാണ് US എല്ലാം ഡിസൈഡ് ചെയ്തിരുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ പ്രൈവറ്റ് സെക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും മോശം കണ്ടീഷൻ വന്നു. അപ്പോഴാണ് ഏതാശയം വന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ റിസഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഇടപെടുന്ന എക്കണോമിക് പോളിസിനെ വിളിക്കുന്ന പേരാണ് കീൻസ് എക്കണോമിക് പോളിസി. ജോൺ കീൻസ് എക്കണോമിക് പോളിസി അല്ലെങ്കിൽ സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറയും. അപ്പൊ അത്രയും കാലം വരെ, ഇപ്പോ 1930 വരെ US എക്കണോമി എന്താ പറയണ്ടായിരുന്നേ? ഗവൺമെന്റിന്റെ ഒരു സഹായവും എക്കണോമിക്ക് വേണ്ട, എല്ലാം പ്രൈവറ്റ് സെക്ടർ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ എല്ലാ പ്രൈവറ്റുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഗവൺമെന്റ് കുറെ പൈസ ചെലവാക്കി ടാക്സ് കുറച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ആ പുറത്തേക്ക് കൊണ്ടുവന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ് പാക്കേജ്. ഈ എല്ലാ എക്കണോമിക് പോളിസീസും ഓവർ ദി പീരിയഡ് ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? സാച്ചുറേഷൻ പോയിന്റ് പറഞ്ഞല്ലോ എക്കണോമിയിൽ. അവിടെ നിന്ന് സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു ഗ്രോത്ത് ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു സാച്ചുറേഷൻ എത്താന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് പറയുന്നതിനൊരു കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല മോളെ. എക്കണോമി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഗവൺമെന്റിനെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ മാത്രമാണ് ഇവിടെ ഡിസ്കഷനിൽ എടുത്തിട്ടുള്ളൂ. എക്കണോമി എന്ന് പറയുന്നത് ഇവരാരും മാത്രമല്ല, അംബാനി അദാനി മുതൽ എല്ലാ ആൾക്കാരും എക്കണോമിയിൽ ഇൻവോൾവ്ഡ് ആണ്. ഓരോരുത്തരും ഇൻവെസ്റ്റ്മെന്റിന് പ്രൊഡക്ഷൻ എന്ത് ഡിസിഷൻ എടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ എക്കണോമിക് സൈക്കിൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇന്നതാണ് സാച്ചുറേറ്റഡ്, ഒരു 10 ആണ് അല്ലെങ്കിൽ 12 ആണ് എന്നൊന്നും നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇന്റർനാഷണൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കും. റഷ്യ ഉക്രൈൻ വാർ നടക്കാണ്, പലസ്തീൻ ഇസ്രായേൽ വാർ നടക്കാണ്. ആ സമയത്തൊന്നും എന്തായിരിക്കും സാച്ചുറേഷൻ എന്നൊന്നും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സിമ്പിൾ ആയിട്ട് 1-2 ഫാക്ടേഴ്സ് വെച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വരുന്നതിന് ചില റീസൺസ് കാണത്തില്ലേ? അതൊക്കെ ഇനി നമ്മള് പഠിക്കും. അതായത് ആ ഒരു സാച്ചുറേഷനിൽ നിന്ന് സ്ലോ ഡൗൺ വരുമ്പോ അതിന്റെ റീസൺസ് ഉണ്ടല്ലോ മോളെ. ഇപ്പൊ വാറ് നടന്നു കഴിഞ്ഞാൽ റീസൺ അല്ലേ?
ഇപ്പോ റഷ്യ യുക്രൈൻ വാർ നടക്കുമ്പോൾ അതൊരു റീസൺ ആണ്. എന്താ കാരണം? ഒരു സ്പെസിഫിക് സെക്ടർ എടുത്തോളൂ, ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു സെക്ടർ എടുത്തു. ഈ ഫ്യൂവൽ എന്ന് പറയുന്നതിൽ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ആര്? റഷ്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? പെട്രോളിയം പ്രൊഡക്ട്സിന് ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ശരിയല്ലേ? അപ്പൊ ഇന്ത്യയില് ഒരുവിധപ്പെട്ട എല്ലാ സെക്ടേഴ്സിനും പെട്രോൾ വേണമെന്ന് വിചാരിക്കുക. പെട്രോളിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സപ്ലൈ കുറഞ്ഞ എന്താ ഉണ്ടാവുക? പെട്രോളിന്റെ പൈസ കൂടും. പെട്രോളിന്റെ പൈസ കൂടിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറിന്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. എല്ലാ സെക്ടറിന്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് ഉണ്ടാവുക? പൈസ കൂടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മേടിക്കാൻ പറ്റില്ല. പൈസ കൂടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് ടെക്നിക്കലി ലീഡ്സ് ടു സ്ലോ ഡൗൺ. ഇങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടാവും എല്ലാത്തിനും. നമുക്ക് എല്ലാ കാരണങ്ങളും വേണ്ടി വരില്ല. 1-2 വർഷം നമ്മൾ എക്കണോമി പഠിക്കുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിൽ എന്താണ് ടെൻഡൻസി കാണുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. റീസെന്റ് ഡേയ്സിലുള്ള ടെൻഡൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? 2023 ഇസ്രായേൽ പാലസ്തീൻ വാറാണ്. 2022 റഷ്യ ഉക്രൈൻ വാറാണ്. 2021 ചൈന USA ട്രേഡ് വാറാണ്. പല കാരണങ്ങളാണ്, പല സമയത്താണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത വർഷം എന്തായിരിക്കും സ്ലോ ഡൗണിന്റെ കാരണം എന്ന്. ഇതിങ്ങനെ മാറി മറിഞ്ഞ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു എന്ന് മാത്രം കേട്ടോ.